നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനമാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കില്ല എന്ന ചർച്ചകൾ വരെ ഉയർന്നിരുന്നു. ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആയുധം മാത്രമാക്കി മാറ്റാനാണ് ഇപ്പോൾ തിരക്ക് പിടിച്ചുള്ള ഈ ഉദ്ഘാടനവുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബിജെപി എല്ലാ പള്ളികളിലും വീടുകളിലും ദീപം തെളിയിക്കണമെന്നും അറിയിച്ചിരുന്നു. അതേ നിലപാട് ഇങ്ങ് കേരളത്തിലും പല നേതാക്കളും ആവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ആഹ്വാനം ഉണ്ടായത്. മറ്റൊന്നുമല്ല, അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന പ്രാൺപ്രതിഷ്ഠാ കർമ്മം ഓരോ ഭാരതീയന്റെയും അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്നും ജാതിമത ഭേദമന്യേ എല്ലാവരും വീടുകളിൽ ദീപം തെളിയിച്ച് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം. എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘപരിവാർ അജണ്ട അനുസരിച്ച് ശ്രീനാരായണ ധർമ്മത്തെ വളച്ചൊടിക്കാനും സമുദായത്തെ വഴിതെറ്റിക്കാനും ലക്ഷ്യമിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം ഗുരുദർശനത്തിനെതിരാണെന്നും ട്രസ്റ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് വെള്ളാപ്പള്ളിക്കെതിരായ ട്രസ്റ്റിന്റെ വിമർശനം. വെള്ളാപ്പള്ളിയുടെ ശ്രമത്തിനെതിരെ ഈഴവ സമുദായത്തിനകത്തു തന്നെ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. മറ്റൊരു മതത്തിന്റെ പുണ്യസ്ഥലം നിയമവിരുദ്ധവും ഹിംസാപരവുമായ തകർത്താണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നാണെന്നാണ് ബാബരി മസ്ജിദ് രാമജന്മഭൂമി കേസിൽ 2019 നവംബർ 19 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി പോലും ഏകകണ്ഠമായി അംഗീകരിക്കുന്നത്. ബാബരി മസ്ജിദ് നിയമവിരുദ്ധമായി തകർത്തിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിയുന്നത് നിയമത്തിന്റെ കണ്ണിൽ ശരിയാണെങ്കിലും ഗുരുവീക്ഷണത്തിൽ തെറ്റാണ്, അധർമ്മമാണ്. കോടതി വിധിയുടെ സാങ്കേതികപ്പുറത്ത് നീതിയുടെയും ന്യായത്തിന്റെയും ധാർമ്മികതയുടെയും വിഷയം കൂടിയാണിത്. സുപ്രീം കോടതിയുടെ ഈ വിധി നിയമപരമായി തെറ്റാണെന്ന് ട്രസ്റ്റ് വിശ്വസിക്കുന്നു. ഭാവിയിൽ സുപ്രീം കോടതി തന്നെ ഈ വിധിയെ തള്ളിക്കളിയുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും പ്രസ്താവനയിൽ ട്രസ്റ്റ് കൂട്ടിച്ചേർത്തു. ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്, ക്ഷേത്രം ജാതി വ്യത്യാസത്തെ അധിമമാക്കുന്നു, പ്രധാന ദേവാലയങ്ങൾ വിദ്യാലയമാക്കിയിരിക്കണം, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് തുടങ്ങിയ ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രസ്റ്റ് പ്രസ്താവന. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് 18,000 കോടി രൂപയാണെന്നാണ് ഇന്നത്തെ കണക്ക്. ഏകദേശം 18 വർഷത്തെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ബജറ്റിന് തുല്യമാണ് ഈ തുക. ഇത് വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായി മറന്നുവെന്നത് ഖേദകരമാണെന്നും വിമർശനമുണ്ട്. ഇന്ത്യയിലെ സവർണർക്ക് രാമക്ഷേത്രം അവരുടെ ദൈവത്തിനുള്ള മഹത്തായ ആദരാഞ്ജലിയാണ്. അവരുടെ ദൈവത്തെ ആഘോഷിക്കുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. എന്നാൽ രാമായണത്തിൽ വർണ്ണാശ്രമ അധർമ്മത്തിനു കീഴിൽ മനുഷ്യരല്ലാത്തവരായി കണക്കാക്കുന്ന സമുദായങ്ങൾ വർണ്ണാശ്രമ അധർമ്മത്തെ വാഴ്ത്തുന്ന ഈ ക്ഷേത്രം ഭയത്തോടെയാണ് കാണുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ സന്ദേശം സൂചിപ്പിക്കുന്നത് അദ്ദേഹം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ വർണ്ണാശ്രമ ധർമ്മ പരിപാലന യോഗമാക്കി മാറ്റിയെന്നാണ്. SNDP യോഗത്തിന്റെ നിയന്ത്രണം നാഗ്പൂരിന് കൈമാറണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആഗ്രഹമെന്ന് ഈ പ്രവൃത്തിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം അപജ്ഞതയോടെ ഈഴവ സമുദായം തള്ളിക്കളയുമെന്നും പ്രസ്താവനയിൽ ട്രസ്റ്റ് പറഞ്ഞു.